ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നുണ്ടോ. നിലവിൽ നമ്മുടെ ആക്റ്റീവ ജനറൽ സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും എയർ ഫിൽറ്റർ ബാക്ക് വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കിടക്കുന്നത് കമ്പനി ലൈൻഡർ തന്നെയാണ്, ഹോണ്ടയുടെ ലൈൻഡർ തന്നെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ കുഴപ്പമില്ല, നമുക്ക് ഈ തവണയും കൂടി ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരും. പിന്നെ ക്ലച്ച് സൈഡിൽ ബെൽറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ബെൽറ്റ് ചെറുതായിട്ടൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത സർവീസ് വരെ വേണമെങ്കിൽ നീട്ടാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വീല് കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് ബാക്കിലത്തെ ഈ ബെൽറ്റ് വർക്ക് ചെയ്യണ ഈ ക്ലച്ചിൻ്റെ പുള്ളി ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ അയക്കണം. ഗ്രീസായിട്ട് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഈ പിന്ന് വന്ന സൈഡ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും റൗണ്ട് ഷേപ്പ്. ഇത് കണ്ടോ, ഇത് ശരിക്കും അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വണ്ണായിട്ടാണ്. പക്ഷേ ആ പിന്ന് ഫുള്ള് ഓവലായിട്ട് ഇതുമ്പോൾ തേമാനം വന്നേക്കാണ്. അപ്പം നമുക്ക് കയ്യോടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലും ഈ റോളറുകളും പിന്നും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തീർന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ഓയിൽസീലും മാറ്റി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് അവിടെ തീർന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വീലും കൂടി ഡാമേജ് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേമാനം ഇപ്പോൾ നിലവിൽ ഇതിനുള്ളൂ. അപ്പോൾ ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതും ആ പിന്നുകളും മാറ്റി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് അവിടെ തീർന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ ഈ സൈഡിലുള്ളൊരു ഓയിൽസീൽ ചെറിയൊരു നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. വലിയ ലീക്കായിട്ടില്ല, ഒരു ആരംഭ ദശയിലാണ്. പിന്നെ ഇത് ബെൻഡെക്സ് യൂണിറ്റാണ്. ബെൻഡെക്സ് യൂണിറ്റ് നമുക്കിപ്പോൾ നിലവിൽ വർക്കിംഗ് ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചെറിയ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. ഒന്ന് ലോബ് ചെയ്തിട്ട് കയറ്റാം. ബെൻഡെക്സ് വർക്കിംഗാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഇപ്പുറത്ത് പിടിച്ചേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടെന്നും പറ്റ പറഞ്ഞുകൊണ്ടാണ്